നമസ്കാരം. ആയുർവേദ ചികിത്സാരംഗത്തും മറ്റ് പരമ്പരാഗത ചികിത്സാവിധികളിലും ആധുനിക ചികിത്സാ മേഖലകളിലുമൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് ഔഷധക്കോളിയോസ്, അതായത് മെഡിസിനൽ കോളിയോസ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഔഷധ ഘടകമായ ഫോളിയോസ് ഫോർസ്കോളിൻ എന്ന ആരോഗ്യ ഘടകം വിവിധ തരത്തിലുള്ള മാരക രോഗങ്ങളെപ്പോലും ചെറുത്ത് തോൽപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. ആയുർവേദ ഔഷധവിധികൾക്ക് പച്ചക്കൊടി കാണിക്കുന്ന ഈ ഔഷധ സസ്യത്തെപ്പറ്റി കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വിവരണങ്ങളിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ആയുർവേദ ഔഷധ സസ്യത്തെപ്പറ്റിയാണ്. ഔഷധക്കോളിയോസ്, അതായത് മെഡിസിനൽ കോളിയോസ്. ആയുർവേദ ചികിത്സാ രംഗത്തും പരമ്പരാഗത ചികിത്സാ മേഖലകളിലും മറ്റ് ആധുനിക ചികിത്സാ രംഗത്തും അനുകൂലതകൾ സൃഷ്ടിക്കുന്ന ഒരു അത്ഭുത ആയുർവേദ ഔഷധ സസ്യമാണ് ഈ ഔഷധക്കോളിയോസ്. ശരീരത്തിന് അകത്തും പുറത്തുമായി രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുവാനും ചെറുത്തു തോൽപ്പിക്കാനും ശരീരത്തിന് ആരോഗ്യം നൽകുവാനും സഹായിക്കുന്ന എന്തു വസ്തുതയും ഔഷധങ്ങൾ എന്ന് പറയുന്നു. ഈ സസ്യത്തിൻ്റെ പേരിൽ തന്നെ ഇതിനെ ഔഷധക്കോളിയോസ് എന്ന് പറയുന്നു. വിവിധ മാരക രോഗങ്ങൾക്കും മറ്റ് രോഗങ്ങൾക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. ശ്വാസതടസ്സം, ഹൃദയസ്തംഭനം, ഹൃദ്രോഗം, അപകടകരമായ കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, ക്യാൻസർ, അതുപോലെ കണ്ണിലെ ഗ്ലൂക്കോമ, ദുർമേധസ് അതായത് അമിതവണ്ണം, ഗൗട്ട്, ആർത്രൈറ്റിസ്, വീക്കം, മാനസിക അസ്വാസ്ഥ്യങ്ങൾ, തൈറോയിഡ് പ്രശ്നങ്ങൾ, അലർജി, സ്കിൻ ഡിസീസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഫലപ്രദമായ ഔഷധമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കോളിയോസ് ഫോർസ്കോളിൻ എന്ന ഔഷധ ഘടകമാണ് ഈ സസ്യത്തിൻ്റെ അത്ഭുത ചികിത്സാ സിദ്ധിക്ക് ആധാരം. ആധുനിക ചികിത്സാശാസ്ത്രം ഉൾപ്പെടെ ഇന്നും ഈ സസ്യത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി ശാസ്ത്രീയമായി ഗവേഷണങ്ങൾ നടത്തുന്ന ഒരു സസ്യമാണ് ഈ ഔഷധക്കോളിയോസ്. അപ്പോൾ ഈ സസ്യത്തിൻ്റെ കൂടുതൽ പ്രത്യേകതകൾ നോക്കാം. ഇത് ലാമിനിയേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ്. ഇതിൻ്റെ ശാസ്ത്രനാമം ഫോളിയസ് ഫോർസ്കോളിൻ എന്നാണ്. ഇതിനെ പ്ലെക്ട്രാന്തസ് ബാർബറ്റസ് എന്നും വിളിക്കുന്നു. പനിക്കൂർക്ക, ഇരുവേലി തുടങ്ങിയ ഔഷധ സസ്യങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ചിരസ്ഥായിയായ ഒരു ഔഷധ സസ്യമാണ് ഈ ഔഷധക്കോളിയോസ്. ഈ സസ്യത്തിൽ പൂവുള്ളതും പൂവില്ലാത്തതുമായ രണ്ട് തരം സസ്യങ്ങളുണ്ട്. ഇതിൽ പുഷ്പിക്കാത്ത ഇനത്തിൽപ്പെട്ട സസ്യമാണ് കൂടുതലായി ഔഷധ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യുന്നത്. കാരണം ഇതിൽ ഔഷധ ഘടകമായ കോളിയോസ് ഫോർസ്കോളിൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നു. ഇതിൽ 0.5 മീറ്റർ വലിപ്പത്തിലുള്ള കിഴങ്ങുകൾ ഉണ്ടാകുന്നു. പൂക്കൾ ഉണ്ടാകുന്ന സസ്യങ്ങളിൽ വളരെ മനോഹരമായ നീല കലർന്ന ലെവൻഡർ നിറത്തിലുള്ള പൂക്കൾ കാണാം. ഇത് ഒരു സുഗന്ധവർഗ സസ്യമാണ്. നീളമുള്ള കതിരിൽ ഈ പൂക്കൾ ചുഴികളായി ക്രമീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ബാഷ്പശീല തൈലം ആഹാരപദാർത്ഥങ്ങളിലും ലഘുപാനീയങ്ങളിലും ചന്ദനത്തിരികളിലും സുഗന്ധം പകരാനായിട്ട് ഉപയോഗിക്കുന്നു. അണുനാശക ശക്തിയുള്ള ഈ തൈലം സുഗന്ധ ചികിത്സയിലും ഔഷധ ബാമുകളിലുമൊക്കെ ചേർക്കാറുണ്ട്. പാകമായിട്ടുള്ള ഈ സസ്യത്തിൻ്റെ ക്യാരറ്റിൻ്റെ ആകൃതിയിലും തവിട്ട് നിറത്തിലുമുള്ള കിഴങ്ങ് കാണപ്പെടുന്നു. ഈ സസ്യം കിളച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ വേരുകളുടെ രൂപത്തിലുള്ള കിഴങ്ങിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഫോർസ്കോളിൻ എന്ന രാസവസ്തു പല മാരക രോഗങ്ങൾക്കും മറ്റ് രോഗങ്ങൾക്കുമൊക്കെ ഫലപ്രദമായ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. ഇങ്ങനെ കിളച്ചെടുക്കുന്ന സസ്യത്തിൽ നിന്നും കിഴങ്ങുകൾ വേർതിരിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് തണലിലുണക്കി സംസ്കരിച്ചെടുത്താണ് ഔഷധക്കൂട്ടുകൾക്ക് ഇത് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ രാജസ്ഥാൻ, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് വ്യാപകമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇതിൻ്റെ കൃഷി വിരളമായിട്ടേ ഉള്ളൂ. ഈ സസ്യത്തിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഈ ഔഷധക്കോളിയോസിൻ്റെ ഔഷധ ഗുണങ്ങൾ ശാസ്ത്രീയമായി കണ്ടെത്തിയതിനാൽ ഭാവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ വിളകളിൽ ഒന്നാണ് ഈ സസ്യം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പല മാരക രോഗങ്ങൾക്കും ഇത് ഔഷധമാണ്. അതോടൊപ്പം തന്നെ വിവിധ
അനേകം രോഗങ്ങൾക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. ചിലതരം ക്യാൻസർ രോഗങ്ങൾക്ക് ഇതിൽ നിന്നും ഫലപ്രദമായ മരുന്ന് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ആരോഗ്യ മേഖലകളിൽ നിന്നുമുള്ള വാർത്തകളിൽ അറിയാൻ സാധിക്കുന്നത്. ആർത്രൈറ്റിസ്, ഗൗട്ട് തുടങ്ങിയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ഔഷധമാണ്. ഇതിൻ്റെ ശക്തിയേറിയ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ വീക്കം, നീര് എന്നിവ കുറയ്ക്കാനും ഇത്തരത്തിലുള്ള രോഗാവസ്ഥകൾക്ക് ആശ്വാസം നൽകാനും സഹായിക്കുന്നു. അതുപോലെ നെഞ്ചിരിച്ചിൽ, കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഗ്യാസ്, ദഹനക്കുറവ്, മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങളെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നത് വഴി ദഹനക്കേട്, വയറുവീർക്കൽ, ഗ്യാസ്, മലബന്ധം എന്നിവ അകറ്റുന്നു. ആസ്മ രോഗികൾക്ക് ഇത് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു ഔഷധ സസ്യമാണ്. ആസ്മയുള്ള വ്യക്തികളുടെ ശ്വസനനാള പേശികളെ റിലാക്സ് ചെയ്യുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. ശ്വസന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആസ്മ, ബ്രോങ്കൈറ്റിസ്, മറ്റു ശ്വസന വൈകല്യങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. ഈ സസ്യത്തിൻ്റെ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ കാരണം ബാക്ടീരിയ, വൈറസ്, ഫംഗൽ രോഗങ്ങളെ ചെറുക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. വൈറൽ പനികൾ, വിവിധ തരത്തിലുള്ള സ്കിൻ രോഗങ്ങൾ, എക്സിമ, മുഖക്കുരു, ചർമ്മരോഗങ്ങൾ, വിവിധ തരത്തിലുള്ള അലർജി പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ ഇത് ഫലപ്രദമായ ഔഷധമാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ ഗുണം എന്നത് ഹൃദയ ആരോഗ്യത്തിന് വളരെയധികം ഫലപ്രദമായ ഔഷധ സസ്യമാണ് ഇത്. വർദ്ധിച്ച പ്രഷർ കുറയ്ക്കുകയും അതുപോലെ അപകടകരമായ LDL കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഹൃദയ സംബന്ധമായ രോഗസാധ്യതകളെ കുറവ് വരുത്തി ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. തൈറോയിഡിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനും ഈ സസ്യം ഫലപ്രദമായിട്ട് വർത്തിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥിയെ ആരോഗ്യകരമായി സംരക്ഷിക്കുകയും തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനവും പ്രവർത്തനവും ആരോഗ്യപരമായ രീതിയിൽ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഔഷധ സസ്യം ഒരാളിൻ്റെ മാനസികാവസ്ഥയെയും ആരോഗ്യമായി മെച്ചപ്പെടുത്തുന്നു. മാനസികവും ബൗദ്ധികവുമായ പ്രവർത്തനത്തെ ആരോഗ്യപരമായിട്ട് സംരക്ഷിക്കുന്നു. തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രവർത്തനത്തെ ആരോഗ്യകരമായി ഏകോപിപ്പിക്കുന്നത് മൂലം മാനസികാവസ്ഥയെയും ബൗദ്ധിക ഇടപെടലുകളെയും ആരോഗ്യപരമായി പരിപാലിക്കുന്നു. ഇത് തലച്ചോറിലെ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങളെ ആരോഗ്യപരമായി ക്രമപ്പെടുത്തുന്നത് വഴി ഭൗതിക മണ്ഡലത്തെയും വൈജ്ഞാനിക പ്രവർത്തനത്തെയും മാനസികാരോഗ്യത്തെയും സഹായിക്കുന്ന ന്യൂറോ പ്രൊട്ടക്റ്റീവ് എഫക്റ്റുകൾ സൃഷ്ടിക്കുന്നു. അമിത വണ്ണത്തെയും ശരീരഭാരത്തെയും ഇത് കുറയ്ക്കുന്നു. വിശപ്പിനെ കുറച്ചുകൊണ്ട് ശരീരത്തിൽ കിടക്കുന്ന കൊഴുപ്പിനെ പരമാവധി ഉപയുക്തമാക്കാനായിട്ട് ഈ സസ്യം സഹായിക്കുന്നു. തൽഫലമായി ശരീരത്തിൻ്റെ അമിതവണ്ണവും ഭാരവും കുറയാനായിട്ട് ഇത് ഇടവരുത്തുന്നു. ഈ സസ്യം പ്രമേഹത്തിനും വളരെ നല്ല ഒരു ഔഷധമാണ്. ശരീരത്തിലെ ഇൻസുലിൻ്റെ ഉൽപ്പാദനവും ഉപയോഗവും അതിൻ്റെ പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തുക വഴി രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാനും ടൈപ്പ് 2 പ്രമേഹത്തെ വരുതിയിൽ കൊണ്ടുവരാനും ഇത് സഹായിക്കുന്നു. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഔഷധ സസ്യം വിവിധ ഔഷധ ഗുണങ്ങളും വ്യത്യസ്ത ചികിത്സാ ഉപയോഗങ്ങളുമുള്ള ഒരു ആയുർവേദ ഔഷധ സസ്യമാണ്. ആയുർവേദത്തിൻ്റെയും ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൻ്റെയും വിലപ്പെട്ട ഒരു ഘടകമാണ് ഈ ഔഷധ സസ്യം. ഈ ഔഷധ സസ്യത്തിലെ കിഴങ്ങുവർഗ വേരുകൾ ഫോസ്കോളിൻ, കോളിനോൾ എന്ന ഘടകങ്ങളാൽ സമ്പന്നമാണ്. ഇതിൽ പൂക്കാത്ത ഇനം സസ്യമാണ് ഔഷധ പ്രാധാന്യമുള്ളതും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ഇറക്കുന്നതും. കാരണം ഇതിൽ പൂക്കളുണ്ടാകുന്ന സസ്യങ്ങളെക്കാൾ കോളിയോസ് ഫോസ്കോളിൻ്റെ അളവ് ഇതിൽ കൂടുതലാണ്. ഇതിൻ്റെ തലപ്പുകൾ വേരുപിടിപ്പിച്ചാണ് ഇത് നടുന്നത്. തണ്ടിന് ബലമില്ലാത്ത ഈ സസ്യത്തിന് ആദ്യ സമയങ്ങളിൽ താങ്ങുകമ്പുകൾ നൽകണം. ഇത് 120 സെൻറ്റിമീറ്റർ വരെ വളരും. 4.5 മാസം 5 മാസം കൊണ്ട് ഇത് വിളവെടുക്കാം. ഇതിൻ്റെ കിഴങ്ങ് കിളച്ചെടുക്കണം. ഈ സസ്യത്തിൽ നിന്നും കിഴങ്ങ് വേർതിരിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് തണലിൽ ഉണക്കി സംസ്കരിച്ചാണ് ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ രാജസ്ഥാൻ, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വ്യാപകമായി ഇത് കൃഷി ചെയ്യുന്നു. കേരളത്തിൽ ഇതിൻ്റെ കൃഷി വളരെ കുറവാണ്. ലോകവ്യാപകമായി നോക്കിയാൽ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, കിഴക്കൻ ആഫ്രിക്ക, ബ്രസീൽ, ഈജിപ്റ്റ്, അറേബ്യ, എത്യോപ്യ എന്നീ ഉഷ്ണമേഖലാ രാജ്യങ്ങളിലൊക്കെ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നു. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഔഷധ കോളിയോസ് എന്ന ഈ ഔഷധ സസ്യത്തെപ്പറ്റി പറയാനുള്ളത്. ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.